ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ഇത് നോർത്ത് തായ്ലാൻഡിലെ ചിയാങ് റായ് പ്രോവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടെമ്പിളാണ് വാട്ട് റോങ് ഖുൻ അഥവാ വൈറ്റ് ടെമ്പിൾ. ഈ വൈറ്റ് ടെമ്പിൾ ട്രഡീഷണൽ പഴയ ബുദ്ധമത ക്ഷേത്രമല്ല, ഇത് ആക്ച്വലി ഒരു മോഡേൺ ആർട്ട് ടെമ്പിൾ ആണ്. ഈ ടെമ്പിൾ ഡിസൈൻ ചെയ്തത് വേൾഡ് ഫേമസ് തായ് വിഷ്വൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ചലംചായി ആണ്. ഇതിനു മുന്നേ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. കാലക്രമേണ അത് നശിച്ചുപോയി. ചലംചായി അത് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ മുന്നോട്ട് വന്ന് ഇതിന്റെ മുഴുവൻ ചെലവ് ഏറ്റെടുത്ത് താൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇത് പുതിയ രീതിയിലാക്കി മാറ്റാമെന്ന് പറയുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇതൊരു ഗവൺമെന്റ് പ്രോപ്പർട്ടി അല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് ഇത് ആദ്യമായിട്ട് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത് 2000-ലായിരുന്നു. ഈ കാണുന്ന ബിൽഡിങ്ങിലുള്ള കൗണ്ടറിന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഫോറിനേഴ്സിന് 100 ബാത്തും ലോക്കൽസിന് ഫ്രീയും ആണ് എൻട്രൻസ്. ടെമ്പിളിലേക്കുള്ള എൻട്രൻസ് ഈ ചെറിയൊരു പാലത്ത് കൂടിയാ. ഈ പാലം അറിയപ്പെടുന്നത് ദി ബ്രിഡ്ജ് ഓഫ് ദി സൈക്കിൾ ഓഫ് റീബർത്ത് എന്നാണ്. ഇതിന്റെ ഡിസൈനർ ചലംചായുടെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഈ പാലത്തിൽ കൂടെ നരകത്തിൽ നിന്നും നടന്ന് സ്വർഗത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഉദ്ദേശിച്ചത് എന്നാണ്. ഈ പാലത്തിന്റെ താഴെ അവർ ചെയ്തത് നൂറുകണക്കിന് മനുഷ്യന്റെ കൈകള് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. ചെറിയ രീതിയിലുള്ള ഒരു റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള തിന്മയെയും പാപങ്ങളെയും ഇരുട്ടിനെയൊക്കെയാണ്. ടെമ്പിളിന്റെ പുറംഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് പ്ലാസ്റ്ററും സിൽവർ ഗ്ലാസസും അതേപോലെ മിറർ മൊസൈക്ക് ചിപ്സും ആണ്. ഈ മുന്നിൽ കാണുന്ന ഭാഗമാണ് ടെമ്പിളിന്റെ മെയിൻ ഹാൾ അഥവാ ഉബോസോട്ട്. ഉബോസോട്ടിന്റെ അകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഈ ഉബോസോട്ടിന്റെ അകത്ത് വലിയ ബുദ്ധപ്രതിമയുണ്ട്. കൂടാതെ ഇതിന്റെ ചുമര് മുഴുവൻ ഒരു ആർട്ട് ഗാലറിക്ക് സമാനമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു മോഡേൺ മ്യൂറൽ വർക്കാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് പരമ്പരാഗത ബുദ്ധ കഥകൾക്കൊപ്പം ഇന്ന് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂറൽ വർക്ക്. അതായത് ടെക്നോളജി, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഗുഡ് ആൻഡ് ഈവിൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന്റെ ഒരു ബ്ലെൻഡിങ് ആണ് നമുക്ക് ആ മ്യൂറൽ പെയിന്റിങ്സിൽ കാണാൻ പറ്റുക. ഇതുപോലെയുള്ള ചെറിയ മിറർ മൊസൈക്ക് ചിപ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ടെമ്പിളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സൺലൈറ്റ് ഈ മിറേഴ്സിൽ തട്ടി റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്ന കാരണം നമുക്ക് പകൽ സമയത്ത് ടെമ്പിൾ വിസിറ്റ് ചെയ്താൽ സൺലൈറ്റിൽ തിളങ്ങുന്ന വൈറ്റ് ടെമ്പിൾ ആണ് കാണാൻ പറ്റുക. ഇത് മോർണിംഗ് 8 o'clock ഓപ്പൺ ചെയ്തിട്ട് ഈവനിങ് 5 o'clock ക്ലോസ് ചെയ്യും. പിന്നെ നമ്മളിവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഡ്രസ് കോഡ് കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ഷോൾഡേഴ്സും നീസും കവർ ചെയ്യുന്ന ഡ്രസ്സസ് മാത്രമേ ഇവിടെ അലൗ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ലീവ്ലെസ് ടോപ്സ്, മുട്ടിന് മേലെ നിൽക്കുന്ന ഷോർട്സ് ഒക്കെ ഒഴിവാക്കുക. ഈ ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവരുടെ പ്ലാൻ പ്രകാരം ഏകദേശം 2070 ഒക്കെ ആവും ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്.
ഈ മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നോർമൽ ഡെക്കറേഷൻസ് അല്ല, അതിൻ്റെ വിശ്വാസവും അതെന്താണെന്നുള്ളതും ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ടെമ്പിൾ കോമ്പൗണ്ടിൽ മെയിൻ ടെമ്പിളിന് പുറത്തായിട്ട് ഒരു സെപ്പറേറ്റ് ആർട്ട് ഗാലറി കൊടുത്തിട്ടുണ്ട്. അതാണ് കേവ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ആർട്ട് ഗാലറി ഒരുക്കിയിരിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേവിൻ്റെ അകത്താണ്. കേവിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആർട്ട് ഗാലറീൻ്റെ അകത്താണ് വൈറ്റ് ടെമ്പിളിൻ്റെ ഡിസൈനറായിട്ടുള്ള ചലംചായുടെ പേഴ്സണൽ ആർട്ട് വർക്ക്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പെയിൻറ്റിങ്സും സ്കെച്ചസും ഗോൾഡൻ സ്കൾപ്ചേഴ്സൊക്കെ. ഇതാണ് ആർട്ട് ഗാലറീൻ്റെ കൗണ്ടർ. അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ്ഡ് ആയിരുന്നു. 11:45 to 1 o'clock ലഞ്ച് ബ്രേക്കാണ് അവിടെ. ഈ ടെമ്പിൾ കോമ്പൗണ്ടിൽ തന്നെ കാണാൻ പറ്റുന്ന മറ്റൊന്നാണ് ഗോൾഡൻ ഗണേശ ടെമ്പിൾ. ട്വൽവ് to 1 o'clock ലഞ്ച് ബ്രേക്ക് ആയത് കാരണം അത് ക്ലോസ്ഡ് ആയിരുന്നു. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഞാൻ വീഡിയോയിൽ നേരത്തെ പിന്നെ മെൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി മെറ്റാലിക് ബോധി ലീഫാണ്. ബോധി ട്രീയുടെ താഴെ ഇരുന്നിട്ട് ജ്ഞാനം നേടിയ ബുദ്ധന്റെ കഥ നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ ബോധി ട്രീയുടെ ലീഫും ഭയങ്കര പ്യോർ ആൻഡ് ലക്കിന്റെ പ്രതീകമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള ഈ ഒരു കൗണ്ടറിൽ നിന്ന് 30 ബാത്ത് കൊടുത്തിട്ട് ഞാനും ഒരു ലീഫ് വാങ്ങിച്ചു. ഈ ലീഫിൽ നമ്മൾ നമ്മളുടെ പേരും ആഗ്രഹങ്ങളും അല്ലെങ്കിൽ പ്രേയേഴ്സ് എഴുതിയിട്ട് നമ്മളവിടെ ഹാങ് ചെയ്യുകയാണെങ്കിൽ ഈ ലീഫ് നമുക്ക് പോസിറ്റീവ് തോട്ട്സും ഭാഗ്യവും അതുപോലെ ഫ്യൂച്ചർ പ്രൊട്ടക്ഷനൊക്കെ കൊണ്ടുവരും എന്നാണ് തായ് കൾച്ചർ പ്രകാരം ഇവരുടെ വിശ്വാസം. ഈ ഗോൾഡൻ കളറിൽ കാണുന്ന ബിൽഡിംഗ് പാലസോ ടെമ്പിളോ ഒന്നുമല്ല, ഇത് ഇവിടുത്തെ വാഷ്റൂമാണ്. ഇത്രയും റോയൽ ലുക്കിലുള്ള ഒരു വാഷ്റൂം ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് വൈറ്റ് ടെമ്പിൾ ഡിസൈൻ ചെയ്ത വേൾഡ് ഫേമസ് തായ് വിഷ്വൽ ആർട്ടിസ്റ്റ് ചലംചായ് കൊസിപ്പിപാറ്റ്. കേരളത്തിൽ നിന്ന് ചിയാങ് റായിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് അവൈലബിൾ അല്ല. അപ്പോൾ ചിയാങ് റായ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കോക്കിൽ എത്തിയിട്ട് അവിടെ നിന്ന് ചിയാങ് റായിലേക്ക് ഫ്ലൈറ്റ് എടുക്കാം. അതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം തായ്ലൻഡിലെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് വൈറ്റ് ടെമ്പിൾ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി കണ്ടു നിന്നിട്ട് എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എൻ്റെ മനസ്സും ഫോണിൻ്റെ ഗാലറിയും നിറച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.